ഇത് മാസ് മോട്ടോഴ്സിന്നാണ് ഹോണ്ട ഗ്രാസിയ വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. അതിനകത്ത് മെയിനായിട്ട് പറഞ്ഞാണ് വർക്ക് എന്ന് പറഞ്ഞാൽ ക്ലച്ച് സൈഡ് വൈബ്രേഷൻ, വണ്ടി നല്ല ജർക്കിംഗ് ആണ് ക്ലച്ച് സൈഡിൽ നിന്ന് കാണിക്കുക. പിന്നെ വാട്ടർ സർവീസ്, ഓയിൽ ചെക്കപ്പ്, ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞാണ്. വേറെ നമുക്ക് ജനറലായിട്ട് സർവീസോ വേറെ കംപ്ലയിൻസ് ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ വണ്ടി ഫസ്റ്റ് കയറ്റാനായിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിലെ ബ്രേക്ക് പിടിച്ച വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. റൈറ്റ് സൈഡിലെ ബ്രേക്സ് പിടിച്ചിട്ട് വേണം വണ്ടി സ്റ്റാർട്ടാക്കാനായിട്ട്. അതൊരു സ്വിച്ച് കംപ്ലയിൻ്റ് ആയതാണ്. അത് മാറ്റി ഇടുന്നുണ്ടെങ്കിൽ കൂടുതൽ മാറ്റി പോകണമായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കേട്ടോ. കാരണം രണ്ടും വർക്കിംഗ് ആയി കിടക്കണം. കാരണം ഏതെങ്കിലും ഒരെണ്ണം കംപ്ലയിൻ്റ് ആയാൽ പിന്നെ നമുക്ക് അതിന് വേണ്ടിയിട്ട് പിന്നെ ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പോൾ ഒരെണ്ണത്തും ഓൾറെഡി കംപ്ലയിൻ്റ് ആണ്. അപ്പോൾ മറ്റേത് നമ്മൾ ഫുൾ ടൈം യൂസ് ചെയ്യും, അത് കംപ്ലയിൻ്റ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ചെയ്യുമ്പോൾ രണ്ടും ക്ലിയർ ചെയ്തിട്ടാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. പിന്നെ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി, ക്ലച്ച് സൈഡ് നല്ല രീതിയിൽ കംപ്ലയിൻ്റ് ഉണ്ട്. നമ്മൾ അതിന് വേണ്ടിയിട്ട് അഴിച്ചിട്ടുണ്ട്, ചെക്ക് ചെയ്യാനായിട്ട് അഴിച്ചാണ്. ക്ലച്ച് അഴിച്ച് ഫുള്ള് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഈ വേരിയേറ്റർ ബോഡിയൊക്കെയാണ് കംപ്ലയിൻറ്റ്. വേരിയേറ്റർ ബോഡിയും ബോസ് ഡ്രൈവും നല്ല രീതിയിൽ കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട്. ഇത്രയും ഷെയ്ക്ക് കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ വേരിയേറ്ററിൻ്റെ ഉള്ളിൽ വരുന്ന റോളർ സെറ്റുകളാണിത്. മൊത്തം അതിൻ്റെ പ്ലാസ്റ്റിക് കോട്ടിങ് കവറിങ് ഒക്കെ പോയിട്ട് മൊത്തം മെറ്റൽ ടു മെറ്റൽ ടച്ചിങ് ആയിട്ട് ഈ ഒരു അവസ്ഥയിലേക്ക് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിലവിൽ വേരിയേറ്റർ ബോഡി, ഈ ബോസ് ഡ്രൈവ്, 6 റോളർ സെറ്റ്, പീസ് സെറ്റ് സ്ലൈഡ് പറഞ്ഞ ഈ യൂണിറ്റ് അടക്കം മാറ്റിയിട്ട് വേണം നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് ആ ഭാഗം. പിന്നെ ഈ ക്ലച്ച് യൂണിറ്റിൻ്റെ ക്ലച്ച് ഷൂ വരുന്ന ഭാഗത്തും നമ്മൾ അഴിച്ച് ഫുള്ള് ഗ്രീസ് ചെയ്യുന്നുണ്ട്. ആ റോളർ പിന്നെ കാര്യങ്ങളൊക്കെ മാറ്റി ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം. ക്ലച്ച് വെയിറ്റിന് നിലവിൽ വേറെ കംപ്ലയിൻറ്റ് ഇപ്പോൾ കാണുന്നില്ല. അപ്പോൾ നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി. ബെൽറ്റിൻ്റെ കണ്ടീഷനും നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. കമ്പനി ബെൽറ്റ്, ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് തന്നെ കിടക്കുന്നത്, ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ക്ലച്ചിനകത്ത് ഈ വീല് റോളർ ബോസ് ഡ്രൈവ് അടക്കം മാറ്റി ചെയ്ത് കഴിഞ്ഞാൽ അത് ഓക്കെ ആയിക്കോളും, വേറെ പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ. പിന്നെ നമുക്ക് പറഞ്ഞേക്കണ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിൻ ഓയിലിൻ്റെയാണ്. ഓയിൽ നമ്മൾ ചെക്ക് ചെയ്തു, നല്ല ഓയിലാണ് ഇതിനകത്ത് കിടക്കുന്നത് കേട്ടോ. പിന്നെ വാട്ടർ സർവീസും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആ ബ്രേക്കിൻ്റെ സ്വിച്ചിൻ്റെയും കൂടി നമ്മൾ അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പം അതടക്കം എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വാട്സപ്പിലേക്ക് ഇടാം. വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. റിപ്ലൈ കിട്ടിയിട്ട് നമുക്ക് അതനുസരിച്ചിട്ട് വേണം വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ.